ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പിയും അതിൻ്റെ കൂടെ ഒരു വ്ളോഗും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ തറവാട്ടിലേക്കുള്ള ഒരു യാത്രാ വ്ളോഗാണ്. അതിൻ്റെ കൂടെ ഞാൻ UAE നിന്ന് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെയുള്ള കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും സാവകാശം റിപ്ലൈ തരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ സ്നാക്ക് റെസിപ്പിയിലേക്ക് തന്നെ പോവാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു വടയാണ്, ഒരു സ്പൈസി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 2 കപ്പ് ചോറ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കുറച്ച് വേവ് ഏറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് കപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് ലൂസായി പോകും. നമുക്ക് നല്ല കട്ടിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വേവ് ഏറാത്ത ചോറാണ് ഉള്ളതെങ്കിൽ വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കാരണം വേവ് ഏറുമ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് അവിടെ മാറ്റി വയ്ക്കാം. നമുക്കിനി ബാക്കിയെല്ലാ ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ട് അരിയുക. സവോള കൂടുതൽ എടുത്താൽ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ പച്ചമുളക് 2 എടുത്തിട്ടുള്ളൂ. എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ മല്ലിയില അത് ഞാനൊരു കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നും വേണ്ടി വരുന്നില്ല. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത് നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ഉച്ചത്തേക്ക് ഇവിടെ ചെമ്മീനായിരുന്നു. അപ്പോൾ ചെമ്മീൻ ഒരു 4 കഷ്ണം ബാക്കി വന്നുള്ള ചെമ്മീൻ 4 കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉച്ചത്തേക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഫിഷ് ആണെങ്കിൽ അതെടുക്കാം. കുറച്ചെടുത്താൽ മതിയാവും, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി വേണം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കായപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ഈ ചെമ്മീനൊക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീനോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും പിന്നെ മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഉപ്പ് ചേർത്തിട്ട് വേണം കുഴയ്ക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ആദ്യം തന്നെ ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറയാനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ സവോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം സവോളയിലെ ആ വെള്ളത്തിൻ്റെ അംശം പുറത്തേക്ക് അപ്പം തന്നെ വരും. അല്ലാണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ അത് നമ്മൾ മാവൊക്കെ റെഡിയാക്കിയ ശേഷമായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് വല്ലാണ്ട് ലൂസായി പോകും. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും നിർബന്ധമില്ല കേട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകണ്ട. കാരണം നമ്മൾ ചെമ്മീനൊക്കെ ചേർക്കുമ്പോൾ ചെമ്മീനിലും ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെമ്മീനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറും തൈരും കൂടിയുള്ള ഒരു മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ ഒരു വടയുടെ മാവിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അരിപ്പൊടി ഒന്നും ചേർക്കണ്ട. പക്ഷെ നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായി കിട്ടണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവും ഈ ഒരു സ്നാക്കിന്. അപ്പം അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പം ഉള്ളൊരു മാവിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് ഇതിനും വേണ്ടത്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മാവ് കുഴച്ചെടുത്ത ഉടനെ തന്നെയാണ് ഇത് ഫ്രൈ ആക്കാൻ പോകുന്നത്. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയ ശേഷമാണ് ഇതിങ്ങനെ ബോൾസാക്കി എടുക്കുന്നത്. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് എണ്ണ കൊണ്ടൊന്നും നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കൊന്നും വേണ്ട. പിന്നെ നടുവിൽ ഇതുപോലെ ചെറിയൊരു ഹോളാക്കി കൊടുക്കുക. നമ്മൾ വടയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. പിന്നെ സൈഡിലും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലൊന്നും വെക്കാൻ പറ്റില്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ നേരിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പിന്നെ ഇത് ഫ്രൈ ആക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വട ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ വട ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും ഇതുപോലെ അപ്പം തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ മിയ ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു റെസിപ്പി കണ്ടപ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടന്നെ അത് തിരിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് നേരം എണ്ണയിൽ വെച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വടയുടെ ഷേപ്പൊക്കെ മാറും. പിന്നെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്രൈ ആക്കരുത്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടില്ല. ഈ എണ്ണയിൽ അത് പൊടിഞ്ഞു പോവും. ശരിക്കും നമ്മൾ ഈ മാവ് റെഡിയാക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം ആ മാവ് ഒന്നുകൂടെ ലൂസായിട്ട് വരും. ഈ സവാളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ട് നന്നായിട്ട് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. നമ്മളിത് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ, അഥവാ മാവ് ലൂസായിട്ട് വരികയാണെങ്കിൽ, രണ്ടാമത്തെ ബാച്ച് അല്ലെങ്കിൽ മൂന്നാമത്തെ ബാച്ചൊക്കെ ഫ്രൈ ആക്കുന്ന സമയത്ത് ലൂസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് തയ്യാറാക്കിയ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഫാമിലി വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉപ്പാടെ തറവാട്ടിലേക്കുള്ള ഒരു യാത്രാ വ്ളോഗാണ്. എൻ്റെ ഉപ്പാടെ തറവാട് കൂട്ടായിലാണ്. അപ്പോൾ കൂട്ടായിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ തിരൂരിൻ്റെ അഭിമാനമായിട്ടുള്ള തുഞ്ചൻ പറമ്പ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകമായിട്ടുള്ള ഒരു സ്ഥലമാണ് തുഞ്ചൻ പറമ്പ്. അപ്പോൾ ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കൂട്ടായിലേക്കാണ്. കൂട്ടായി അഴിമുഖത്തേക്കാണ്. കൂട്ടായിലാണ് എൻ്റെ തറവാടുള്ളത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ മലയാളം സർവകലാശാല ഉള്ളത്. അതുപോലെ തന്നെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജും ഉണ്ട്. ഗവൺമെൻറ് കോളേജാണ്. അതും ഇവിടെ തന്നെയാണുള്ളത്. ഈ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മലയാളം സർവകലാശാല ഉള്ളത്, മലയാളം യൂണിവേഴ്സിറ്റി. ഇതാണ് മലയാളം യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ തറവാടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ തറവാട്. അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് കൂട്ടായി അഴിമുഖത്തേക്കാണ്. ഇതാണ് കൂട്ടായി അഴിമുഖം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണട ഒന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി.
ഞങ്ങൾ പോകുന്ന വഴി റോസുവിന് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തൊന്ന് ഇറങ്ങിയതായിരുന്നു. ഞാൻ കണ്ണട സീറ്റിൽ വെച്ചിട്ട് പുറത്തിറങ്ങി കയറി വന്നപ്പം കണ്ണട സീറ്റിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി, അതിൽ കയറിയിരുന്നു. അങ്ങനെ കണ്ണട പൊട്ടിപ്പോയി. പിന്നെ ഈ കുട ഞാൻ എടുക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. അത് ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. കണ്ണട ഇല്ലാണ്ട് ഞാനങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ കണ്ണട ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ നോക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുട എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചായയും നെയ്വടയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കുടയൊക്കെ ചൂടിയിരിക്കുന്നത് എന്നൊക്കെ. വേറെ ഒന്നുമല്ല, ഞാൻ അതാണ് മുൻകൂട്ടി പറഞ്ഞത്. കണ്ണട ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പുറത്തേക്ക് നോക്കാൻ. അപ്പം വെയിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുട ചൂടിയെന്നേ ഉള്ളൂ. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ. ഞാൻ +2 വരെ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് വരെ ഇവിടെയൊക്കെ ഇതുപോലൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. അന്നായിരുന്നു കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ഇതൊന്നുമില്ല, കുറേ മരങ്ങളും പിന്നെ കുറേ മണലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. കടലും പുഴയും കൂടി ചേരുന്ന ആ ഒരു സ്ഥലമൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു അന്നൊക്കെ. ഇന്നൊക്കെ നമ്മൾ എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം. പിന്നെ ആ ഒരു ഭംഗി ശരിക്കും പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ടൂറിസ്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ളത് പൊന്നാനിയാണ്. അപ്പോൾ പൊന്നാനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജങ്കാറും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പുഴയും കടലും കൂടി ചേരുന്ന ആ ഒരു സ്ഥലം കേട്ടോ. ഇതിപ്പോൾ കൂട്ടായി അഴിമുഖത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്. നല്ല സീ വ്യൂവും അതുപോലെ റിവർ വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ വെച്ചിട്ട് എൻ്റെ എളാപ്പയുടെ മോളെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ വരുന്ന 17th. അപ്പം അന്ന് കാണാമെന്ന് വിചാരിച്ചു അകത്തൊക്കെ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ തറവാട്ടിലേക്ക് കയറിയത്. ഇതാണ് ഉപ്പാടെ തറവാട്. ഇതാണ് ഉപ്പാടമ്മ, എൻ്റെ വല്യമ്മ. വല്യമ്മക്ക് മൊത്തം 11 മക്കളാണുള്ളത്. അതിൽ 8 ആൺമക്കളും 3 പെൺകുട്ടികളാണ്. ഇതൊരു എളാപ്പയാണ്. എൻ്റെ ഉപ്പയാണ് ആൺമക്കളിൽ ഏറ്റവും മൂത്തത്. അതിന് താഴെ 7 എളാപ്പാരുണ്ട് എനിക്ക്. അതുപോലെ 3 അമ്മായികളും ഉണ്ട്. ഇതൊക്കെ എളാപ്പാരുടെ മക്കളാണ്. ഇവിടുന്ന് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വെറുതെ ഒന്ന് കയറിയിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. വീണ്ടും ഞങ്ങൾ പറയാതെ വന്നുകൊണ്ട് ഉമ്മ വേഗം പോയിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കി. ബ്രോസ്റ്റിൻ്റെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു റീനു വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ വേഗം ഉണ്ടാക്കി. കറി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് പോകുന്ന വഴി ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് കൂടി നടത്തി. ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. ഞാൻ UAE നിന്ന് വരുമ്പം വീട്ടിലിടാനുള്ള ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനായിട്ട് കയറിയതാണ് ഇവിടെ ഇസ്ര ഫാഷനിൽ വയലത്തൂരുള്ള. ഞാനിതുപോലത്തെ ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് വീട്ടിലിടാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തുണി. അപ്പം ഞാൻ ഇവിടുന്ന് ഇതുപോലെ 3/4 സ്ലീവുള്ള മാക്സികൾ 4 എടുത്തു. പിന്നെ വേറെ കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.